നമസ്കാരം. ഗുഡ് മോർണിംഗ്. നവംബർ 14 ശിശുദിനം. വളരെ അടിയന്തരമായൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഞാൻ അടിയന്തരം എന്ന് പറയണമെങ്കിൽ ചരിത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവ കഥകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുക. 1700 എന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്ത് ലണ്ടനിൽ ഒരു വയറിളക്കം പനി പൊട്ടിപ്പുറപ്പെട്ടു. തീപ്പെട്ടിക്കൊള്ളി പോലെയാണ് മനുഷ്യർ മരിച്ചു വീണത്. ശക്തമായ വയറിളക്കം, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൻ്റെ ഭാഗമായിട്ട് വില്ലേജുകളിൽ നിന്നും ആൾക്കാരെ ലണ്ടൻ പോലുള്ള നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു സമയം, സിറ്റികൾ ഉണ്ടായി തുടങ്ങുന്ന നാഗരികത, നഗരങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ ശരിയായ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അല്ലെങ്കിൽ മലമൂത്രം സംസ്കരിക്കാനുള്ള അവസരങ്ങൾ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ എല്ലാവരും കൂടി ഈ വയറിളക്കം കൊണ്ട് ആൾക്കാരിങ്ങനെ മരിച്ചു വീഴുന്നത് അവർ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ നഗരത്തിൻ്റെ ഒരു മാപ്പ് അവരുണ്ടാക്കുകയുണ്ടായി. എന്നിട്ട് ലണ്ടൻ നഗരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണോ ആൾക്കാർ വരുന്നത്, മാപ്പ് അവിടെ അത് എഴുതിയുണ്ടാക്കി, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണോ കേസുകൾ വരുന്നത്. അങ്ങനെ ഈ മാപ്പ് പഠിച്ച് ചെന്നപ്പോൾ ഒരു ഭാഗത്തുള്ള ഒരു വാട്ടർ പമ്പ്, വെള്ളം അടിച്ചു കയറ്റാൻ ഉപയോഗിച്ച് ആദ്യകാലങ്ങളിലെ കൈകൊണ്ട് അടിച്ചു കയറ്റുന്ന വാട്ടർ പമ്പിൻ്റെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് മനസ്സിലായി. ആ വാട്ടർ പമ്പ്, ഹാൻഡ് പമ്പ്, അവരത് എടുത്തു മാറ്റിയതോടുകൂടി ഇത് നിയന്ത്രണത്തിലായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ നമ്മുടെ ഇന്നത്തെ പോലത്തെ മൈക്രോസ്കോപ്പുകളൊന്നുമില്ല. പുരാതനമായ ഈ ലെൻസുകളെ ഉണ്ടായിരുന്നു. ഈ ലെൻസിൽ കൂടി ഇവർ ഈ മലത്തിൻ്റെ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പ്രത്യേക അണുക്കളെ കണ്ടെത്തുകയുണ്ടായി. പിന്നീട് അത് കോളറ വിബ്രിയോ എന്ന് പറയുന്ന ബാക്ടീരിയ ആണെന്ന് അതിന് പേരിടുകയും കോളറ എന്ന രോഗമാണെന്ന് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ സാനിറ്റേഷനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ തുടങ്ങി. അതുവരെ വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വന്നിരുന്നത് ഈ മോശം സ്മെല്ല്, മലത്തിൻ്റെയും മറ്റുള്ള സ്മെല്ലിൽ നിന്നാണ് ഇത് പകരുന്നതെന്നാണ് ചിന്തിച്ചത്. ഈ ഒരു സംഭവത്തോടുകൂടി മനസ്സിലായി സ്മെല്ലിൽ കൂടി, മണത്തിൽ കൂടിയല്ല ഇത് പകരുന്നത്, എന്നാൽ മലമൂത്രം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ആഹാരത്തിലും കലരുന്നത് കൊണ്ടാണ് എന്ന് ആദ്യമായി അന്ന് കണ്ടുപിടിക്കുകയും അതോടുകൂടിയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്, മലവും മൂത്രവും സംസ്കരിക്കാനുള്ള പദ്ധതികൾ അവർ തുടങ്ങി വെക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും 2 നൂറ്റാണ്ടുകൾ എടുത്തു. ഏതാണ്ട് 1900-കളിലാണ് ആദ്യമായിട്ട് കോളറ പോലെയുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആൻറ്റിബയോട്ടിക് ഇല്ല, ഇത് അസുഖം വന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 നൂറ്റാണ്ട് വന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം ഉപ്പിട്ട് പഞ്ചസാര ഇട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് തനിയെ ശരീരം നിയന്ത്രിക്കുന്നത് വരെ. മരണനിരക്ക് 90%, 100%. ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. എന്ന് വെച്ചാൽ ഈ അവസ്ഥ മനസ്സിലാക്കി 2 നൂറ്റാണ്ടുകൾ എടുത്തു ഇതിനൊരു പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ. ഞാൻ ഈ കഥ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ 2 നൂറ്റാണ്ടുകളിൽ മരിച്ചു വീണവരുടെ എണ്ണം നിങ്ങളൊന്ന് ആലോചിക്കുക. രണ്ടാമത്തെ സംഭവം 1800-കളുടെ ആദ്യം, എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ് രക്തം ചുമച്ചു തുപ്പി മനുഷ്യർ കുഴഞ്ഞു വീണ് മരിക്കുന്ന രോഗം, ട്യൂബർക്ലോസിസ്. വളരെ ചെറിയ പ്രായം മുതൽ, അന്നത്തെ ജീവിത ദൈർഘ്യം തന്നെ 30-കളും 40-കളുമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ നേരത്തെ തന്നെ ആൾക്കാർ ഈ രോഗത്തിന് അടിപ്പെട്ട് രക്തം ഛർദ്ദിച്ച് മരിക്കുന്നത് വളരെ സാധാരണമായ കാഴ്ചയായിരുന്നു. 1950, 60, 70 ആകേണ്ടി വന്നു വെച്ചാൽ 1.5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന് ഏറ്റവും ഫലവത്തായ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചുള്ളൂ. 1.5 നൂറ്റാണ്ട് എത്ര പേർ മരിച്ചു വീണു കാണും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഈ ചരിത്ര സംഭവം നിങ്ങളോട് പറഞ്ഞത്, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ 1 നൂറ്റാണ്ടും 1.5 നൂറ്റാണ്ടും തലമുറകൾ കാത്തിരിക്കേണ്ട. ഇന്ന് ഇത് കേൾക്കുന്ന ഈ ദിവസം നിങ്ങൾക്കിത് തുടങ്ങാം, ഇതിൻ്റെ ചികിത്സ തുടങ്ങാം. ഇതിനൊരു ആൻറ്റിബയോട്ടിക്കും ഒരു മറുമരുന്നും കണ്ടുപിടിക്കാനും പോകുന്നില്ല. കാരണം ഇതിൻ്റെ ചികിത്സ പൂർണ്ണമായും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തരായിരിക്കുന്നു. ഇനി കേൾക്കുക, പ്രമേഹ രോഗം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ പോരായ്മ. ടൈപ്പ് 1 പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. വളരെ ചെറിയ പ്രായത്തിൽ 10 വയസ്സിൽ താഴെ വരെ ഇത് തുടങ്ങുന്നു. അവർക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ അവർ നിലനിൽക്കുകയില്ല, മരിച്ചു പോകും. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, ധാരാളം ഇൻസുലിൻ ഉണ്ട്, തികയാതെ വരുന്നു. ജീവിതശൈലിക്ക് അനുസരിച്ച് ഇൻസുലിൻ തികയാതെ വരുന്നു.
അവരിലും കുറെ കഴിയുമ്പോൾ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം കുറഞ്ഞു വരും, പലർക്കും പിന്നീട് ഇൻസുലിൻ ആവശ്യമായി വരും. പക്ഷേ ടൈപ്പ് 2 ടൈപ്പ് 1 തമ്മിലുള്ള വ്യത്യാസം, ടൈപ്പ് 2 ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്. 90% ആൾക്കാരും ജീവിത രീതി മാറ്റിയാൽ ടൈപ്പ് 2 പ്രമേഹ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടാൻ സാധിക്കും. ഇന്നത്തെ എൻ്റെ വിഷയം ഇതൊന്നുമല്ല, ടൈപ്പ് 3 ആണ്, ടൈപ്പ് 3 ഡയബറ്റിസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അടിയന്തരമായി നിങ്ങളോട് ഞാൻ പറയാൻ വന്നതും ഇത് തന്നെയാണ്. പ്രമേഹ രോഗം ടൈപ്പ് 1 ടൈപ്പ് 2 ഇന്ന് ഡോക്ടർമാർ നിർണ്ണയിക്കുന്നത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് ഫാസ്റ്റിംഗ് വെറും വയറ്റിൽ 128 മേളിൽ പോകുമ്പോഴും ആഹാരം കഴിച്ചതിന് ശേഷം 200 മേളിൽ പോകുമ്പോഴും മാത്രമേ ടെക്നിക്കലി അതിനെ പ്രമേഹ രോഗം എന്ന് പറയാൻ പാടുള്ളൂ. അതിന് താഴോട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗമാണ്. പക്ഷേ അതിനെ പ്രമേഹ രോഗം എന്ന് പറയുന്നതിന് പകരം പ്രീ ഡയബറ്റിസ് എന്ന പേരൊക്കെ ഇട്ടാണ് വിളിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ടൈപ്പ് 1 ടൈപ്പ് 2 ഇൻസുലിൻ്റെ കുറവ് പോരായ്മ കൊണ്ടുണ്ടാകുന്ന ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 ആണ് ഇപ്പോൾ നിലവിലുള്ള ശാസ്ത്രീയ സംസാര വിഷയം അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിലെ ഇൻസുലിൻ്റെ പ്രശ്നം, ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു തകരാറ്. മെറ്റബോളിസം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ രാസപ്രക്രിയ. നമ്മളെല്ലാവരും, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽസിൻ്റെ ഒരു ബാസ്ക്കറ്റാണ്, കെമിക്കൽസ്. അപ്പോൾ ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസപ്രക്രിയകൾക്ക് പറയുന്ന പേരാണ് മെറ്റബോളിസം. അനബോളിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു. എന്നാൽ കാറ്റബോളിസം ഉള്ള ശരീരത്തിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ പൊട്ടിച്ച് ചെറുതാക്കുന്നതിനെയാണ് കാറ്റബോളിസം. ഇത് രണ്ടും, അനബോളിസവും കാറ്റബോളിസവും ചേരുന്നതിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി കാരണം ഈ മെറ്റബോളിസത്തിൽ അനേകം ലെവലുകളിൽ, പല ലെവലുകളിൽ പലതരത്തിലെ തകരാറുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് മനുഷ്യരാശിക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളുടെ പേരും, മാനസിക രോഗം ഉൾപ്പെടെ, ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, ബൈപോളാർ ഇൽനസ്, ഷുഗർ, പ്രഷർ, ക്യാൻസർ, നിങ്ങൾ ഏത് രോഗം പറഞ്ഞോളൂ, മെറ്റബോളിക് സിൻഡ്രോം. ക്യാൻസറിനെ കുറിച്ച് ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് റേഡിയേഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ സെല്ലുകളിലെ ക്രോമസോമിനെയൊക്കെ ഡാമേജ് ചെയ്ത് അവർ പെറ്റുവരുകാൻ തുടങ്ങുന്നു എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു. ഇതിനെല്ലാം തന്നെ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് ഇന്നത്തെ ചിന്താഗതി ക്യാൻസർ ഈസ് എ മെറ്റബോളിക് സിൻഡ്രോം. ക്യാൻസർ ഒരു മെറ്റബോളിക് ഡിസീസാണ്, ഒരു മെറ്റബോളിക് രോഗമാണ്. പ്രമേഹവും മറ്റ് രോഗങ്ങളും പോലെ മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു മെറ്റബോളിക് രോഗമാണെന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിഷയം ഇന്ന് ഈ മെറ്റബോളിക് സിൻഡ്രോം, ഇന്ന് ഈ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കേണ്ട എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. മെറ്റബോളിക് സിൻഡ്രോം, അതിലേറ്റവും പ്രധാനപ്പെട്ട തകരാറ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ കാണുന്നതാണ്. ഇവരുടെ ജീവിത രീതി, ആഹാര രീതി, ഉറക്കം എന്നതിലെ തകരാറുകൊണ്ട് ഇൻസുലിൻ ധാരാളമുണ്ട്. സാധാരണ മെറ്റബോളിക് സിൻഡ്രോം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരാളിൽ 4 യൂണിറ്റ് ഇൻസുലിൻ മതി 1 ഗ്രാം ഗ്ലൂക്കോസ് കത്തിക്കാൻ. എന്നാൽ ഈ മെറ്റബോളിക് റെസിസ്റ്റൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ 8 യൂണിറ്റ് വരെ വേണം. എന്നുവെച്ചാൽ അവരിൽ കൂടുതൽ ഇൻസുലിൻ വേണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആഹാരം കഴിക്കുന്നു, രാവിലെ 6 മണി അല്ലെങ്കിൽ 8 മണിക്ക് ആഹാരം കഴിക്കുന്നു. ഇത് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ രാസപ്രക്രിയകൾക്കനുസരിച്ച് ഒരു 3 മുതൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത ആഹാരം കഴിക്കാൻ. ഇത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 6 മണിക്ക് തന്നെ പഞ്ചസാരയും പാലും ഒക്കെ ഇട്ടൊരു ചായ കുടിക്കും. പിന്നെ 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ പിന്നെയും കുടിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ റസ്ക്, ബണ്ണ്, ബിസ്ക്കറ്റ്, മിക്കവാറും എല്ലാ വീടുകളിൽ ഈ സാധനം കാണും, കുക്കീസ്. അത് കഴിഞ്ഞ് 8-8 ആകുമ്പം നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ്, അതിലും കുടിക്കും ചായ, പഞ്ചസാര ഇട്ടിട്ട് കണ്ടമാനം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ വേറൊരു പേരാണ്. നമ്മൾ കഴിക്കുന്ന പഞ്ചസാര കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾ ഇത്രയും ചോറ് നിങ്ങളുടെ പാത്രത്തിൽ വെച്ച് ചോറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, അത്രയും കാണുന്ന ചോറ് പഞ്ചസാരയായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. വലിയ തെറ്റില്ല. ഈ പഞ്ചസാരയും ഈ അരിയും ചോറും തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ കുറച്ച് ഫൈബർ കൂടുതലുണ്ട്. ഒരു 20%, 30% ഫൈബർ കാണും, ബാക്കി മുഴുവൻ പഞ്ചസാരയാണ്. ഒരു പാത്രം നിറയെ പഞ്ചസാര നിങ്ങൾ കഴിക്കുമോ? ഇല്ല. നിങ്ങൾക്കറിയാതെ അപകടമാണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ ആഹാരത്തിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര ഒഴിവാക്കിയാൽ പോരെ. അല്ല, പഞ്ചസാരയേക്കാൾ മാരകമാണ് ഗോതമ്പ് എന്ന് പറയുന്ന സാധനം.
ഈ പഞ്ചസാരയും ഗോതമ്പും നമ്മൾ കഴിക്കുമ്പം അത് രക്തത്തിലെ ആഗീരണം ചെയ്ത് രക്തത്തിലെ അളവ് കൂടുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പഞ്ചസാരയേക്കാൾ കൂടുതൽ ഗോതമ്പ് കഴിക്കുമ്പോഴാണ് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുന്നതെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. എങ്ങനെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നത്? ഇനി അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ടൈപ്പ് 3 ഇൻസുലിൻ? അവിടെയാണല്ലോ നമ്മൾ തുടങ്ങി. ടൈപ്പ് 3 ഡയബറ്റിസ്, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറയാൻ തുടങ്ങിയത്. ടൈപ്പ് 3 ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ടൈപ്പ് 2 പ്രമേഹ രോഗികളുടെ, രക്തത്തിൽ ഷുഗർ കൂടി പ്രമേഹ രോഗികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ശരീരത്തിൽ കാണുന്ന അതേ മെറ്റബോളിക് സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും രക്തത്തിൽ ഷുഗർ, ഗ്ലൂക്കോസ് കൂടുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു പ്രമേഹ രോഗിയായി അറിയപ്പെടുകയില്ല. എല്ലാ ടെസ്റ്റുകളും എല്ലാ പാരാമീറ്റേഴ്സും നോർമലായിരിക്കും. പക്ഷേ ടൈപ്പ് 2 പ്രമേഹ രോഗികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ തകരാറുകളും, അതെറോസ്ക്ലിറോസിസ്, രക്തക്കുഴലുകൾ അടയുന്ന തകരാറ് തുടങ്ങി ഹാർട്ട് അറ്റാക്ക്, ഡിമൻഷ്യ, മാനസിക രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ടൈപ്പ് 3-കാരുടെ ശരീരത്തിലുണ്ടാകും. പക്ഷെ അവരൊരിക്കലും പ്രമേഹ രോഗം എന്ന് വിളിക്കപ്പെടുകയില്ല. ഇത് ആദ്യം കണ്ടുപിടിച്ചത് ഡിമൻഷ്യ അല്ലെങ്കിൽ ആൽസീമേഴ്സ് ഡിസീസ്, മറവി രോഗം എന്ന് പറയുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ടൈപ്പ് 3-യെ മറവി രോഗം അല്ലെങ്കിൽ ആൽസീമേഴ്സ് ഡിസീസ് ആയിട്ട് തന്നെ ചേർത്ത് പറയാൻ വരെ ഇന്ന് ശാസ്ത്രം മുതിർന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം ടൈപ്പ് 3 എന്ന് പറയുന്ന മാരകമായ ഈ സൈലന്റ്, നിശബ്ദ സംഹാരിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളൊരു ആഹാരം, ഒരു ഡിന്നറിനോ മറ്റോ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഉള്ളവരിൽ ഏതാണ്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ നല്ലൊരു ശതമാനവും ഈ ടൈപ്പ് 3 എന്ന് പറയുന്ന മെറ്റബോളിക് സിൻഡ്രോമിൽ നിന്ന് കഷ്ടപ്പെടുന്നവരാണ്. അറിയുന്നില്ല. എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ, എന്താഹാരം കഴിച്ചാലും, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, ഫാറ്റിന് അധികം ഇൻസുലിൻ്റെ ആവശ്യമില്ല. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ചേർന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ, കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു അരി, പഞ്ചസാര, ഗോതമ്പ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെയാണ് പ്രോട്ടീൻ ഉള്ളത്. ഇത് കഴിച്ച് ആഗിരണം ചെയ്തു തുടങ്ങുമ്പോൾ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ്, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് രക്തം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പാങ്ക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇവർ രണ്ട് ഷുഗർ കൂടി വരുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടും. ഒരു 120 മേളിൽ പോകാൻ ഇൻസുലിൻ അനുവദിക്കത്തില്ല, മാക്സിമം 140. അപ്പോഴത്തേക്ക് ഇതിനെ താഴോട്ട് കൊണ്ടുവന്ന് 2, 3, 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ കഴിച്ച ആഹാരമെല്ലാം ആഗിരണം ചെയ്തിട്ടുണ്ടാവും. രക്തത്തിൽ ഷുഗറിൻ്റെ താഴെപ്പോവും, അതിനോടൊപ്പം ഇൻസുലിനും താഴെപ്പോവും. 3 മുതൽ 5 മണിക്കൂർ ഏതാണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഹാരം കഴിക്കുമ്പോൾ വീണ്ടും ഈ പ്രക്രിയ തുടങ്ങും. ഇൻസുലിൻ പ്രൊഡക്ഷൻ, ആഹാരം ആഗിരണം ചെയ്തു വരുന്നു, ഇൻസുലിൻ പ്രൊഡക്ഷൻ, അതിങ്ങനെ പോയി ഒരു രണ്ടുപേരും ഒരു സ്ട്രീം ലൈൻ, ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു യാത്രയിലാണ്. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? രാവിലെ എണീറ്റ് 6:30 മണിക്ക് നല്ല ചായ, പഞ്ചസാരയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ 2-3 റസ്കോ, ബിസ്ക്കറ്റോ, കുക്കീസൊക്കെ കഴിക്കും. ഓക്കെ, അപ്പോൾ ഷുഗർ കൂടും, ഇൻസുലിൻ കൂടും. ഇതിങ്ങനെ കൺട്രോളായി വന്ന് ഇതൊരു 3, 4, 5 മണിക്കൂർ താഴോട്ട് പോകാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് 8 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് വരുന്നു. ഒരു 5-6 ഇഡലി അല്ലെങ്കിൽ വയറേറെ പുട്ട്, മുഴുവൻ ഷുഗറാണ്. അല്ലെങ്കിൽ നമ്മുടെ അപ്പം, ദോശ, ഉപ്പുമാവൊക്കെ ഇങ്ങനെ ആൾക്കാർ കഴിക്കുന്നത്, നെയ്യൊക്കെ ഇട്ട് ഉപ്പുമാവ് ഇങ്ങനെയൊക്കെ കഴിച്ച് ഇപ്പോൾ ഈ ഷുഗർ കൂടി വരും. അപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്ന ഇൻസുലിൻ, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് താഴോട്ട് പോകുന്നതിന് പകരം അടുത്ത ലോഡ് വന്നു കഴിഞ്ഞു, പെട്ടെന്ന് വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. ഇൻസുലിൻ താഴോട്ട് പോകാൻ അനുവാദം കൊടുക്കുന്നില്ല, ഇൻസുലിൻ മേളിൽ തന്നെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും 3, 4, 5 മണിക്കൂർ സമയം കൊടുക്കുന്നതിന് പകരം ഒരു 10:30 ആകുമ്പോൾ ദാ വരുന്നു അടുത്ത ലോഡ്. 2 ഉഴുന്നുവട, പരിപ്പ് വട, അല്ലെങ്കിൽ നല്ല ചായ, കോഫി, പഞ്ചസാര ഇട്ട് അടുത്ത ലോഡ് വന്നു. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ ചോറ് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻസുലിൻ താഴോട്ട് വരാൻ ഒരു അവസരം കൊടുക്കുന്നില്ല. ഇൻസുലിൻ താഴോട്ട് വരുമ്പോൾ നേരെ മേളിലോട്ട് പോകും, പിന്നെ താഴോട്ട് പോകുന്നതിന് പകരം പകുതി വഴി മേളിലോട്ട് പോകും. ഇൻസുലിൻ റെസിസ്റ്റൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കുറേ മാസങ്ങളും വർഷങ്ങളും ഇതായി കഴിയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും ഇൻസുലിൻ ലെവൽ മേളിൽ തന്നെ നിൽക്കും. കാരണം ഇൻസുലിനാണ് ഈ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഷുഗർ, ഗ്ലൂക്കോസ് എടുക്കാനായിട്ട് കോശങ്ങളെ പ്രേരിപ്പിക്കുന്നത്, സഹായിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ഇത് എടുക്കാൻ വയ്യാതെയാവും. എന്ന് വെച്ചാൽ എല്ലാ സെല്ലുകളും ഗ്ലൂക്കോസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അവർ വേണ്ടാന്ന് പറയും. ഇൻസുലിൻ വന്നാലും ഷുഗർ എടുക്കാനായിട്ട് ശരീരത്തിലെ കോശങ്ങൾ എടുക്കുകയില്ല. അപ്പോൾ ബാക്കി വരുന്ന ഗ്ലൂക്കോസ് മുഴുവൻ ഫാറ്റ് സെല്ലുകളിലേക്ക് പോയി കൊഴുപ്പായി മാറും. അങ്ങനെയാണ് തടി വെച്ച് വരുന്നത്. ഓക്കെ, അങ്ങനെ കുറേ കഴിയുമ്പം ഇൻസുലിൻ വന്ന് മുട്ടിയാലും വിളിച്ചാലും ഇവരാരും വാതിൽ തുറക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല, ആവശ്യത്തിനുള്ള ഷുഗർ കിട്ടാതെ ആകുന്നു. മറ്റ് മെറ്റബോളിക് തകരാറുകളിലേക്ക് ഇത് പോകുന്നു. ഗ്ലൂക്കോസ് മുഴുവനായി കത്തുകയില്ല, കത്തുന്നതിന് മുമ്പ് അടുത്ത ലോഡ് വരും. നമ്മുടെ ജീവിതചര്യയിൽ ഗ്ലൂക്കോസിൽ നിന്ന് നമ്മുടെ എനർജി
പാക്കറ്റ്സ് ഉണ്ട്, എനർജി പാക്കറ്റ്സ്, ATP, അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എനർജി പാക്കുകൾ ഗ്ലൂക്കോസിൽ നിന്ന് ഒരു 4 എണ്ണമാണ് ഉണ്ടാകുന്നതെങ്കിൽ കീറ്റോൺ എന്ന് പറയുന്ന ഇന്ധനം ഫ്യൂവലിൽ നിന്ന് 36 എണ്ണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ഗ്ലൂക്കോസ് വരുമ്പോൾ കീറ്റോൺ പ്രൊഡക്ഷൻ നടക്കുകയില്ല. എപ്പോഴും ഈ ഗ്ലൂക്കോസിൽ നിന്ന് 4 യൂണിറ്റ് ഇത് വരും. ബാക്കിയുള്ള ഗ്ലൂക്കോസ് ദഹിക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായും കത്തിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കത്തിക്കപ്പെടാതെ കിടക്കുമ്പോൾ അതിൽ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു. ഇത് ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും സെല്ലുകളെയൊക്കെ നശിപ്പിക്കാൻ, മെംബ്രെയിൻ അതിൻ്റെ ആവരണങ്ങളെയൊക്കെ നശിപ്പിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞ് ഈ ഇൻസുലിൻ എപ്പോഴും മേളിൽ തന്നെ നിൽക്കുന്ന സമയം ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഗ്ലൂക്കോസ് എടുക്കാൻ വയ്യാതെ ആവുന്നു, അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ഷുഗർ ഫാറ്റിലേക്ക് പോകുന്നു, ഇൻസുലിൻ്റെ അളവ് വളരെയധികം വേണ്ടി വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം 1 മണിക്കൂർ 2 മണിക്കൂർ ആഹാരം കഴിക്കുന്ന ഒരാൾ ഒരു 2-3 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കും. എന്താ സംഭവിക്കുക? അയാളുടെ ഇൻസുലിൻ ടോപ്പ് ലെവലിലാണ്. ഗ്ലൂക്കോസ് താഴോട്ട് വരാൻ തുടങ്ങുന്നു. താഴോട്ട് വരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് ലെവൽ താഴോട്ട് വരാൻ തുടങ്ങുമ്പോൾ ശരീരം അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. കാരണം തലച്ചോറെല്ലാം ഈ ഗ്ലൂക്കോസ് കഴിച്ച് അങ്ങനെ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഗ്ലൂക്കോസ് ലെവൽ താഴോട്ട് പോകാൻ വരുമ്പോൾ തന്നെ തലച്ചോറ് അഡ്രിനാലിൻ പ്രൊഡക്ഷന് ഓർഡർ ഇടും മേളിലിരുന്നുണ്ട്. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താ ചെയ്യുക? നമ്മുടെ നെഞ്ചെടുപ്പ് കൂട്ടും, ഗ്ലൂക്കോസ് ഉൽപ്പാദനം കൂട്ടിക്കും, നമ്മുടെ പ്രഷർ കൂട്ടും. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രൈറ്റ്, ഭയപ്പെടുക, വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. ഒരു അപകടാവസ്ഥയിൽ നിന്നും നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്: ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രൈറ്റ്. ഭയം, ഫൈറ്റ് ചെയ്യാൻ, ആക്രമിക്കാൻ മുതിരുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ 3 സമയത്താണ് അഡ്രിനാലിൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നെഞ്ചെടുപ്പും നമ്മളെ ആങ്സൈറ്റി എന്ന് പറയുന്ന ആകാംക്ഷ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ അഡ്രിനാലിൻ വരുമ്പോൾ. ഇവിടെ ആകാംക്ഷയ്ക്ക് അവസരമില്ല. ആഹാരം കഴിക്കാതെ വരുമ്പോൾ ഇൻസുലിൻ മേളിൽ നിൽക്കുന്നു, ഗ്ലൂക്കോസ് ലെവൽ താഴെ പോകുമ്പോൾ അഡ്രിനാലിൻ വരുന്നു, നെഞ്ചെടുപ്പായി, തലകറക്കമായി, ആകപ്പാടെ ഒരു ആകാംക്ഷ. ഇതിനെ പാനിക് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ 10 പ്രാവശ്യം പാനിക് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പം സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവും. ആങ്സൈറ്റി ന്യൂറോസിസ് എന്ന് പറഞ്ഞ് മരുന്നുകൾ എഴുതാൻ തുടങ്ങും. ഇതുപോലെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും, തലച്ചോറുൾപ്പെടെ ഹൃദയം, നമ്മുടെ കുടല്, നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ, ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം, പട്ടാളക്കാരാണ് നമ്മളെ ഇൻഫെക്ഷനെതിരെയും ക്യാൻസറിനെതിരെയും നമുക്ക് പ്രതിരോധം തീർക്കുന്നത്. നമ്മുടെ പട്ടാളക്കാർ പ്രവർത്തിക്കാതെ ആവുന്നു. അതോടുകൂടി ഇൻഫെക്ഷൻ സാധ്യത കൂടുന്നു, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൂടുന്നു, ശരീരത്തിലെ പല കോശങ്ങളിൽ നിന്നും അഴുക്കുകൾ എടുത്തു മാറ്റാൻ സാധിക്കാതെ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളുണ്ടാകുന്നു. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം. നേരത്തെ ഞാൻ കോളറയുടെ കാര്യവും TBയുടെ കാര്യവും പറഞ്ഞതുപോലെ 150 വർഷങ്ങൾ നിങ്ങളാരും കാത്തിരിക്കണ്ട. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിവിധികൾ തുടങ്ങാം. അതിൻ്റെ പ്രതിവിധികളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. എങ്ങനെ ഈ മെറ്റബോളിക് സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മറികടക്കാം, ടൈപ്പ് 3 പ്രമേഹ രോഗം ടൈപ്പ് 2ലേക്ക് പുരോഗമിക്കാതെ ടൈപ്പ് 3യിൽ വെച്ച് തന്നെ എങ്ങനെ അവസാനിപ്പിക്കാം എന്നെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് സംവാദിക്കാം. ഒരു അപേക്ഷയുണ്ട്, ഇതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇടണം. ഒരു 15 സെക്കൻഡ് നിങ്ങളൊന്ന് ചിലവഴിച്ച് ഒരു കമൻ്റ് ഇടും. മനസ്സിലായില്ല, ആ പോയിന്റ് മനസ്സിലായില്ല, ഈ പോയിന്റ് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ ഒരു കമൻ്റ് ഇടുമ്പോൾ ഇത് പറയുന്നതിൽ എനിക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. താങ്ക് യു.